നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുറേ കാലത്തിൻ്റെ ഒരു ഗ്യാപ്പിന് ശേഷം ഒരു മേക്കപ്പ് ലുക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പിക്ചർ ഞാൻ ആക്ച്വലി എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. പിന്നെ എല്ലാവരും പറഞ്ഞു ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നത്. ഡ്രസ്സ് പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടില്ല. ഞാൻ തയ്ച്ചതല്ല, ഡിസൈൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ചെയ്തിട്ടുള്ളൊരു ഡ്രസ്സാണ്. വെറുതെ ഒരു അനാർക്കലി പോലത്തെ ഉള്ളൊരു ഡ്രസ്സ്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് നമ്മുടെ പ്രിൻസസ് കട്ടാണ്. അത്രയേ ഉള്ളൂ. ഒരു പേസ്റ്റൽ കളറുള്ള ഒരു സിമ്പിൾ ചുരിദാർ. അതിൻ്റെ സൈഡ് കൈയിൻ്റെ അവിടെയും അതുപോലെ അടിയിലായിട്ടും കുറച്ച് പേൾ വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഷോളിലും ആ പേൾ വർക്കുള്ള ലേസ് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ചുടി ബോട്ടും. ഇത്രയേ ഉള്ളൂ ഈ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. പിന്നെ ഇയറിങ്സ് എടുത്തത് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്നാണ്. അപ്പോൾ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലായല്ലോ. പിന്നെ നമുക്ക് നമ്മുടെ മേക്കപ്പ് ലുക്കിലേക്ക് കിടക്കാം. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു പ്രൈമർ ഇടുന്നുണ്ട്. ഇത് ലാക്മേയുടെ ബ്ലർ പെർഫെക്റ്റ് പ്രൈമറാണ്. നല്ല അടിപൊളി പ്രൈമറാണ് കേട്ടോ. എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ സ്കിൻ പെട്ടെന്ന് തന്നെ വേർക്കുന്ന ടൈപ്പുള്ളൊരു ടൈപ്പ് സ്കിന്നാണ് ആക്ച്വലി എൻ്റെ. അപ്പം നമ്മുടെ ഇതിപ്പോൾ സമ്മർ സീസണും ആയതുകൊണ്ട് ആക്ച്വലി ഞാനൊരു ഫാൻ ഓഫ് ഇത് തന്നെ വരക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള എനിക്കൊരു പ്രൈമർ ഇടാതെ മേക്കപ്പ് ഇടാമെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. അപ്പം എന്താ പറയുക, ഒരു പ്രൈമർ ഇടുക. അതിന് ശേഷം നമ്മൾ എന്ത് മേക്കപ്പ് ഇട്ടാലും അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. അതുപോലെ എന്തൊക്കെ വേർത്തൊലിച്ചു എന്ന് വെച്ചാലും ആ മേക്കപ്പ് എവിടെയും പോവില്ല കേട്ടോ. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൈമറാണിത്. ഇതെനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൈമറാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കാം. അതിനുശേഷം ഞാൻ ഐ മേക്കപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഐലിഡ്സിലാണ് എൻ്റെ കൺസിലർ അപ്ലൈ ചെയ്യുന്നത്. നമ്മളിങ്ങനെ കൺസിലർ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അണ്ടർ ഐസിലൊക്കെ ചിലപ്പോൾ ഒരു ഡാർക്ക്നെസ് കൂടുതലുണ്ടാവും. നമ്മൾ ഉറങ്ങാണ്ടിരിക്കുമ്പോഴോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അത് നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിലൊക്കെ ആക്ച്വലി എനിക്ക് കൂടുതലും ഉറങ്ങാണ്ടിരിക്കുമ്പോഴാണ് ഡാർക്ക് സർക്കിൾസ് വരാറ്. എന്നാലും അത്ര ഹെവി ആയിട്ട് വരാറില്ല. സ്റ്റിൽ നമുക്കൊരു കൺസിലർ ഇടാം. കാരണം നമ്മൾ അതിൻ്റെ മുകളിൽ ഐ ഷാഡോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പോപ്പ് ഔട്ട് ചെയ്ത് നല്ല സുന്ദരമായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം തന്നെ കൺസിലർ ഇടുന്നത്. അത് ഞാൻ എൻ്റെ കുഞ്ഞ് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാണ് കേട്ടോ. ഈ ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ റിവ്യൂവും അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രഷും ബ്യൂട്ടി ബ്ലെൻഡറും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഐക്കാർട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം ഞാനൊരു സെല്ലോ ടേപ്പ് എടുത്ത് ഒട്ടിക്കുന്നുണ്ട്. കാരണം ഞാൻ എപ്പോഴൊക്കെ ഐഷാഡോ ഇട്ടാലും ചിലപ്പോൾ അതിൻ്റെ എൻഡ് അവസാനമായിട്ട് നല്ല വൃത്തിയിൽ വരാറില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഹെവി ഐ മേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയങ്ങളിലൊക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ നല്ല ഈസി ആയിട്ട് നമ്മുടെ ഐഷാഡോ അതിൻ്റെ ഭംഗിയിൽ വന്നോളും. അപ്പോൾ ആദ്യം തന്നെ ഈ കൺസിലർ ഇട്ടതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കോമ്പാക്റ്റ് ഇടുന്നുണ്ട്. ഇത് ലോറിയലിൻ്റെ മാറ്റ് മജിക് എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പാക്റ്റാണ്. അതിൽ എൻ്റെ ഷെയ്ഡ് G2 ആണ് വരാം. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മേബിലിൻ്റെ ബ്ലഷ്ഡ് പാലറ്റാണ് എൻ്റെ. അപ്പോൾ ഈ പാലറ്റിലെ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും എൻ്റെ പേസ്റ്റൽ കളറായിട്ടുള്ള ചുരിദാറിനെ മാച്ച് ചെയ്യുന്നതാണ് കണ്ടത്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ കാണിച്ച ആ ഒരു കളറുണ്ടല്ലോ, അതെടുത്തിട്ട് ഞാൻ നമ്മുടെ ഐലിഡ്സിൻ്റെ മടക്ക് വീഴുന്ന ഭാഗത്ത് കുറച്ച് വലിയ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ആദ്യം തന്നെ. അതിനുശേഷം എൻ്റെ ഡ്രസ്സിനോട് മാച്ച് ചെയ്തിട്ടുള്ള ആ കളറ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം കുറച്ച് വലിയ ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് ആദ്യം അപ്ലൈ ചെയ്ത കളർ കുറച്ചധികം ഏരിയ കവർ ചെയ്തിട്ടുണ്ടാവും. അത് കൂടാതെ ആ കറക്റ്റ് കോൺട്രോൾ ചെയ്യുന്ന ഭാഗത്ത് മാത്രം ഞാൻ രണ്ടാമത് കാണിച്ച ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ചുകൂടെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ബ്രഷ് എടുത്തിട്ട് കുറച്ചൊരു ഷിമ്മറായിട്ടുള്ള ഷെയ്ഡ് എടുത്തിട്ട് ഐലിഡ് മൊത്തം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തം 3 കളേഴ്സായിട്ട് ഇപ്പം. അതിനുശേഷം ഞാൻ അവസാനം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ചൊരു ഗ്രേ പോലത്തെ ഒരു ഷെയ്ഡ് ഉണ്ട് ആ പാലറ്റിൽ ആ ഷെയ്ഡ് എടുത്തിട്ട് ആ ഐലിഡിൻ്റെ 3/4 മാത്രം ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എൻഡ് നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചുകൊണ്ട് നല്ല ഒരു ഒരു വിങ് പോലെ വന്നോളും. അപ്പോൾ അത്രയധികം ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. മൊത്തം 4 കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെല്ലോ ടേപ്പ് മാറ്റാൻ കണ്ടില്ലേ, അത് വലിയ കുഴപ്പമില്ല, അതൊരു വിങ് പോലെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു പർട്ടിക്കുലർ ഷെയ്ഡ് എടുത്തിട്ട് ഫസ്റ്റ് ഷെയ്ഡാണ് അതിലത്തെ പാലറ്റിൽ നമ്മുടെ ഐബ്രോസിൻ്റെ താഴെ ഒന്ന് നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൊത്തം ആ ഒരു ഐ ലുക്കിന് ഒരു പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രതീതി, ഒരു കംപ്ലീറ്റഡ് ലുക്ക്, അതുപോലെ ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമുക്ക് ആ പർട്ടിക്കുലർ ഷെയ്ഡ് തന്നെ മുകളിലെ കോൺട്രിങ് ചെയ്തിട്ടുള്ള ഐലിഡ്സിൻ്റെ നടുവിൽ നമ്മൾ കോൺട്രോൾ ചെയ്തിട്ടുള്ള അതേ ഷെയ്ഡ് എടുത്തിട്ട് തന്നെ നമുക്ക് താഴെയും ഒന്ന് മൊത്തം ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് രണ്ടാമത് എടുത്തിട്ടുള്ള ആ കാണിച്ച കളർ എടുത്തിട്ടും അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐലിഡ്സിൻ്റെ മുകളിലത്തെ മേക്കപ്പും താഴത്തെ മേക്കപ്പും ഏകദേശം ഒരുപോലെ ആയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് ഷുഗറിൻ്റെ ഒരു സ്കെച്ച് ഐലൈനറാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. അതിനുശേഷം നമുക്ക് ആ കിട്ടിയൊരു വിങ് ഉണ്ടല്ലോ, ഐഷാഡോ ചെയ്ത് കിട്ടിയായിട്ടൊരു വിങ്, ആ വിങ്ങിനോട് ചേർത്തിട്ട് നമുക്കൊരു വിങ് ഐലൈനർ വരയ്ക്കാം. ഞാൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഒരു കുഞ്ഞ് വിങ്ങ് ഞാൻ വരയ്ക്കുന്നുള്ളൂ. ഭയങ്കര ഡ്രമാറ്റിക് വിങ് അതിലൊന്നും ഞാൻ ചെയ്യുന്നില്ല. കുഞ്ഞൊരു വിങ്. നമ്മുടെ നാട്ടിലൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഭയങ്കര ഡ്രമാറ്റിക്കായിട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഒരു കുഞ്ഞ് വിങ് അത്രേ വരയ്ക്കുന്നുള്ളൂ.
അതിനുശേഷം താഴെ ഞാൻ നമ്മുടെ ഫേസസിൻ്റെ ലോങ് വെയർ കാജൽ എടുത്തിട്ട് ഒരു ഹാഫ് പോർഷൻ മാത്രമേ ഞാൻ വരച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതൊന്ന് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു മൊത്തം ഒരു ഐ മേക്കപ്പിന് തന്നെ ഒരു ഭംഗി വരുള്ളൂ ഐബ്രോസ് ചെയ്താൽ. അപ്പം ഐബ്രോസ് നമുക്കൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഫേസ് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എനിക്കൊരു പുതിയ പിമ്പിൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഹൈഡ് ചെയ്യാതെ വേറെ നിവർത്തിയില്ല. അപ്പം അതുകൊണ്ട് ഞാനൊരു ഗ്രീൻ കറക്റ്റർ എടുത്തിട്ട് എൻ്റെ പിമ്പിൾസ് മാർക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്, എസ്പെഷ്യലി ആ പുതിയ പിമ്പിളിൻ്റെ മുകളിൽ. ആക്ച്വലി ഞാൻ എൻ്റെ ഹൈലൈറ്റർ അതുപോലെ തന്നെ കളർ കറക്റ്റർ ഒക്കെ ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ കോണ്ടറിങ് ഒക്കെ ചെയ്യുന്ന ഒരു റുട്ടീൻ വീഡിയോ ഞാൻ ആക്ച്വലി മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് പേഴ്സണലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഭയങ്കര വലിയ വ്യൂസ് ഒന്നുമില്ല, ബട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു വീഡിയോ ആണ്. എനിക്ക് ബിഗിനേഴ്സിനൊക്കെ ഈ ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കളർ കറക്റ്റിങ് അതുപോലെ തന്നെ ഹൈലൈറ്റിങ് കോണ്ടറിങ് അതിൻ്റെയൊക്കെ കുറേ ഡൗട്ടൊക്കെ മാറി കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഓക്കെ, അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലിടാം, അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഗ്രീൻ കറക്റ്റർ എൻ്റെ കുഞ്ഞ് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്ന കലാപരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ എന്താ പറയുക, ആക്ച്വലി ഞാനിവിടെ മസ്കാര ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കണ്ണിൽ. അത് ഓർത്തപ്പോഴാണ് ഞാൻ പെട്ടെന്ന് മസ്കാര എടുത്ത് ഇടാൻ വിചാരിച്ചത്. അപ്പം മസ്കാര ഇടാണ്ട് എന്താഘോഷം എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ ഐ മേക്കപ്പ്. എന്ത് ഐ മേക്കപ്പ് ചെയ്താലും ആ ഒരു വിങ്സ് കറക്റ്റായില്ലെങ്കിൽ ഐ മേക്കപ്പിന് വലിയ ഡെഫിനേഷനൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം നമുക്ക് മേബിലിൻ ഫിറ്റ്മിയുടെ കൺസീലർ ഫൗണ്ടേഷനാണ് ഞാൻ എൻ്റെ ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ എൻ്റെ പാക്കിൻ്റെ 260 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിപ്ലിംഗ് ബ്രഷ് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. എത്ര സമയം ഞാൻ ഇത് ബ്ലെൻഡ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. എത്ര സമയം എൻ്റെ ബ്ലെൻഡിങ് എടുക്കും എന്നുള്ളതൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് കാണണമെന്ന് വെച്ചാൽ എൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലിടാം. നെക്സ്റ്റ് ഞാനൊന്ന് കോൺട്രോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ എന്താ പറയുക, കുഞ്ഞതായിട്ടുള്ള കോൺട്രോൾ ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പോൾ വെറുതെ ഇങ്ങനെ എന്താ പറയുക വരച്ചങ്ങോട്ട് കൊടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഡോട്ട് ഇട്ടിട്ട് പോവുകയേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ പറയുക ഭയങ്കര എന്താ പറയുക ഫീച്ചർ ഇങ്ങനെ ഹൈലൈറ്റ് നിൽക്കുന്ന അത്രയ്ക്കും കോൺട്രോളിങ് എനിക്ക് എന്തൊക്കെ ചെയ്യാനുള്ളൊരു അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ചെയ്യുന്ന പോലെ ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ, ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് വളരെ ഡോട്ടായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ നോർമലി മൊത്തം ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് ഭയങ്കര ഹെവി ആയിട്ട് തന്നെ കോൺട്രോളിങ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഞാൻ വിചാരിച്ചൊന്ന് ലൈറ്റായിട്ട് കോൺട്രോൾ ചെയ്താൽ മതിയെന്ന്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ കോൺട്രോളിങ് ഹൈലൈറ്റിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും കാണണം കേട്ടോ. എനിക്കെന്തോ പേഴ്സണലി ആ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇത്രയും നേരം ഞാൻ എൻ്റെ ചാനലിൽ ഇൻട്രോ ശരിക്കും പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക അഭിപ്രായങ്ങളും ഞാൻ ചെയ്ത മേക്കപ്പിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യാം. എപ്പോഴും നല്ലത് മാത്രം പറയണമെന്നൊന്നുമില്ല, എന്നാലല്ലേ ഞാൻ ഇമ്പ്രൂവ് ആവുള്ളൂ. അപ്പോൾ അത് നല്ലോണം നമ്മുടെ കുഞ്ഞ് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ ഹൈലൈറ്റിംഗ് ഒന്നും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള കൺസീലർ ഷെയ്ഡ് ഒന്നും കൂടി എടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മുടെ കോണ്ടറിങ് ചെയ്ത പോയിൻറ്റ്സിൻ്റെ മുകളിലായിട്ട് ഹൈലൈറ്റിംഗ് പോയിൻറ്റ്സിൽ നമ്മുടെ ഫേസിൽ പ്രൊജക്റ്റ് നിൽക്കുന്ന ഭാഗങ്ങളിൽ അവിടെയൊക്കെ നമ്മൾ ഈ ഹൈലൈറ്റിംഗ് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ എവിടെയാണെന്നൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അതിനുശേഷം വീണ്ടും നമ്മുടെ ആ ചെറിയ ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലവണ്ണം ആ ഒരു എന്താ പറയുക നല്ല ഭംഗിയുള്ളൊരു ലുക്കിൽ വന്നിട്ടുണ്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ കോമ്പാക്റ്റ് ഇട്ടിട്ട് ഇത് മൊത്തം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ ഫൗണ്ടേഷനും അതിന് മുകളിലിട്ടിട്ടുള്ള കോണ്ടറിങ് ഹൈലൈറ്റിങ് അതൊക്കെ ഒന്ന് എന്താ പറയുക ക്രീസ് ലൈൻസ് ഒന്നും ഫോം ചെയ്യാതെ നല്ല രീതിയിൽ ഇരിക്കുകയുള്ളൂ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ബ്ലഷ് ഇടാം. ബ്ലഷ് ഇട്ട് കഴിഞ്ഞ് മറ്റേ സിവാന കളേഴ്സിൻ്റെ ഒരു ചിക്കൻ കോണ്ടർ പാലറ്റാണ്. അതിൽ ഞാനിപ്പോൾ കാണിച്ച ഒരു ഷെയ്ഡാണ് ഞാൻ ബ്ലഷായിട്ട് ഇടുന്നത്. ഭയങ്കര ഹെവി ആയിട്ട് ഇടുന്നില്ല, ജസ്റ്റ് ഒരു പിഞ്ച് ഓഫ് പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം, അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതും സിവാന കളേഴ്സിൻ്റെ ഒരു ഷിമ്മർ ബ്രിക്കാണ്. അതിലൊരു നേരത്തെ കാണിച്ച ഷെയ്ഡുണ്ട്, അതായത് ഒരു സിൽവർ പോലത്തെ ഒരു ഷെയ്ഡ്, ആ ഒരു ഷിമ്മർ കളറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്, ഹൈലൈറ്റർ ആയിട്ട് ഇടുന്നത്. ഇത് നമ്മൾ എവിടെ ഇടുന്നത് വെച്ചാൽ നേരത്തെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത പോയിൻറ്റ്സ് ഉണ്ടല്ലോ, കൺസീലിംഗ് വെച്ചിട്ട് നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് ഹൈലൈറ്റ് ചെയ്തിരുന്നു. അങ്ങനെ അതുപോലെ ഉയർന്ന് നിൽക്കുന്ന പോയിൻറ്റ്സിലൊക്കെ
നമ്മൾ ഹൈലൈറ്റിങ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മൂക്കിൻ്റെ തുമ്പത്ത് കുറച്ചൊരു എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഷൈനിങ് നല്ലോണം കിട്ടും. പിന്നെ ഇതാണ് ദി സ്റ്റാർ ഓഫ് ദി മേക്കപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ലിപ്സ്റ്റിക്ക്. ഇത് ഷാംബറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഷെയ്ഡ് നമ്പറൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് പേഴ്സണലി സത്യം പറയാമല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു എന്താ പറയുക, ഈ ഒരു പേസ്റ്റൽ കളറായിട്ടുള്ള എൻ്റെ ചുരിദാറിന് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ടെന്നാണ്, ഐ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സീ യു ഓൾ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. Look beautiful and be happy. Bye.